ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒപ്പം യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. സേവനം ഞങ്ങൾക്കു കർമ്മമാകേണം, ഞങ്ങൾക്കു അഭിമാനമെന്നും ജനസേവകരായി കഴിയുകയെന്നാൽ ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും. മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി, സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി, സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി, സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ CK ഹരീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി, മൺകുടത്തിൽ പാകിയ അമരത്തൈ നൽകിയാണ് വിശിഷ്ടാതിഥികളെ ഈ വേദിയിൽ സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അനുശോചനമുണ്ട്. അനുശോചന പ്രമേയം ഞാൻ അവതരിപ്പിക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത അന്തരിച്ചു. 2016 ഡിസംബർ 5 തിങ്കളാഴ്ച രാത്രി 11:30 ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീമതി ജയലളിത. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെല്ലുവിളികൾ അതിജീവിച്ച് നേതൃത്വത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. അസാമാന്യമായ ഭരണ നൈപുണ്യവും നിസ്വ ജനവിഭാഗങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് ആശ്വാസമരുളാനുള്ള നിരവധി നടപടികളിലൂടെയും ജയലളിത തമിഴ് ജനതയുടെ അമ്മയായി. സംസ്ഥാനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സ്വീകരിച്ച നിലപാടുകളിലൂടെ അവർ ഭരണഘടനയുടെ ഫെഡറൽ സത്ത സംരക്ഷിക്കുന്നതിന് നൽകിയ സംഭാവനകൾ സ്മരണീയമാണ്. ജയലളിതയുടെ വിയോഗം മൂലം രാജ്യത്തിനും ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടത്തിൽ ഹരിതകേരളം മിഷന്റെ ഈ സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനം അഗാധമായിട്ടുള്ള ദുഃഖവും ഹൃദയപൂർവ്വമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് മൗനമാചരിക്കാം. ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, അധ്യക്ഷൻ സഹകരണ ദേവസ്വം മന്ത്രി ആദരണീയനായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള ഈ വേദി സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന ശ്രീ പത്മശ്രീ യേശുദാസ് അവർകൾ, നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള നടി ശ്രീമതി മഞ്ജു വാര്യർ അവർകൾ, വേദിയിലെ MLAമാർ, ഹരിത കേരള മിഷൻ ഉപാധ്യക്ഷ TN സീമ, പാർട്ടി നേതാക്കളായിട്ടുള്ള ആനാവൂർ നാഗപ്പൻ, കരകുളം കൃഷ്ണപിള്ള, അനിൽ, മറ്റു ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബഹുമാന്യരെ, ആദരണീയരെ, അഭിവന്ദ്യരെ, കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് 60 വർഷം പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ നവംബർ 1 60 വയസ്സ് കേരളത്തിന് തികയുന്നു. ആദ്യ പതിറ്റാണ്ടുകളിൽ ഈ സംസ്ഥാനം ആർജിച്ച നേട്ടം പിന്നീടുള്ള കാലയളവിൽ ആഗ്രഹിച്ച തോതിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേരള സംസ്ഥാനം നവീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. പുതിയ സാമ്പത്തിക നയം അടിച്ചേൽപ്പിക്കുന്ന മുറിവുകൾ ഉണക്കാൻ, വേദനകൾ ഉണക്കാൻ ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിയണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാനത്തിലെ സാമൂഹ്യ മണ്ഡലത്തെ 4ആയി വിഭജിച്ച് ഊന്നൽ കൊടുക്കേണ്ട മേഖലകളിൽ ഊന്നൽ കൊടുത്ത് വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് 4 മേഖലകളായി തിരിച്ച് ഊന്നൽ കൊടുത്ത പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹരിത കേരളം എന്നത്. കാർഷിക സംസ്കൃതി പുനഃസൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ്. ഇവിടെ കൊല്ലയിൽ പഞ്ചായത്ത് ഈ താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ 12 ഹെക്ടർ നിലങ്ങളിലാണ് നാളിതുവരെ കൃഷി ചെയ്തു പോന്നിരുന്നത്, നിലം കൃഷി ചെയ്തു പോന്നിരുന്നത്. ഈ താലൂക്കിൽ സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ നിലം കൃഷി ചെയ്യുന്നൊരു മേഖലയാണ്. ഇപ്രാവശ്യം കാർഷിക ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മുണ്ടകൻ കൃഷി 14 ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഈ മുണ്ടകൻ കൃഷി അത് കഴിഞ്ഞ് വരുന്ന വിരിപ്പൂ കൃഷി ആരംഭിക്കുമ്പോൾ ഇതിനകം തന്നെ കൃഷിക്കാർ സമ്മതപത്രം നൽകിയത് 9 ഹെക്ടറാണ്. ഏകദേശം 25-30 ഏക്കർ സ്ഥലം പുതുതായി കൃഷി ഇറക്കാൻ കൃഷിക്കാർ വാഴ, മരച്ചീനി തുടങ്ങിയിട്ടുള്ള കൃഷി ഉപേക്ഷിച്ച നെൽകൃഷിയിലേക്ക് വരാൻ സമ്മതപത്രം നൽകിക്കഴിഞ്ഞു. അത് വരുമ്പോൾ വരുന്ന വിരിപ്പൂ കൃഷി ഈ ഏല തന്നെ 58 ഏക്കറായി അത് ഉയരുകയാണ്. ഇന്ന് പത്രത്തിൽ 20 ഏക്കർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, തിരുത്തണം, 58 ഏക്കറായി ഉയരുകയാണ്. വരുന്ന നാളുകളിൽ 100 ഏക്കറിലേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്തും ഇവിടുത്തെ കൃഷിക്കാരും ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് ചെയ്തു വരുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. ഇന്ന് ഈ മുണ്ടകൻ കൃഷി ഈ നിലത്തിൽ എന്നിപ്പോൾ വിത്തിടുകയല്ല, ഞാറു നട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷം യോഗത്തിന് ശേഷം അതിലേക്ക് നമ്മൾ പോകും. പിന്നെ ജലസമൃദ്ധി എന്ന പേരിലും ജലമിത്രം എന്ന പേരിലുമൊക്കെ എല്ലാം ജലസംഭരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ഈ മണ്ഡലത്തിലെ സംഭരണത്തിന് വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ജലമിത്രം പ്രോജക്റ്റ് എന്നാണ്. ആ തൊട്ടപ്പുറത്ത് ഒരു കുളം നന്നാക്കാൻ തുടങ്ങുകയാണ്. ഈ മണ്ഡലത്തിലെ നിരവധി കുളങ്ങളുണ്ട്, വെള്ളം സംഭരിച്ചു നിർത്താനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ജലമിത്രം പദ്ധതിയിൽ, പാറശാല മണ്ഡലത്തിലെ ജലമിത്രം പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്നേ ദിവസം ഈ മണ്ഡലത്തിൽ 155 കേന്ദ്രങ്ങളിൽ ഇതേ സമയം ഇതുപോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് 155 കേന്ദ്രങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 250 പദ്ധതി 50 മേഖലകളിലായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ വാർഡുകളിലാണ്. ഇന്ന് നടൂർക്കൊല്ല വാർഡാണിത്. ഈ നടൂർക്കൊല്ല വാർഡിൽ ഇന്ന് ഈ 58 ഏക്കർ കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിനാണ് ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ശ്രീ പത്മശ്രീ യേശുദാസ് അവർ, അതുപോലെ മഞ്ജു വാര്യർ അവർ, പിന്നെ ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാർ, അതുപോലെ ഉദ്യോഗസ്ഥ മണ്ഡലത്തിലെ അതിൻ്റെ മേധാവികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാർ, സമ്മതപത്രം നൽകിയ കൃഷിക്കാരുടെ പേര് ഞാൻ പെട്ടെന്നങ്ങ് വായിക്കും. ഒന്ന്, ശ്രീജ R ഹരിശ്രീ മേക്കൊല്ല 60 സെന്റ്, ശ്രീകുമാരൻ നായർ ശ്രീനിവാസ് മേക്കൊല്ല ധനവച്ചോരം 120 സെന്റ്, ശശിധരദാസ് ശിവാനന്ദവിലാസം ധനവച്ചോരം 100 സെന്റ്, കൃഷ്ണപിള്ള ഗോവിന്ദവിലാസം മംഗളാവ് മേക്കൊല്ല ധനവച്ചോരം 80 സെന്റ്, ശ്രീകുമാരി ശങ്കരവിലാസം മേക്കൊല്ല 30 സെന്റ്, എഡിസൺ അക്ഷര മേക്കൊല്ല ധനവച്ചോരം 100 സെന്റ്, ആദർശ SN ശ്രീനിവാസ് 43 സെന്റ്, പ്രേമകുമാരൻ നായർ CP നിവാസ് 60 സെന്റ്, മോഹനകുമാരൻ നായർ 75 സെന്റ്, മാധവൻ നായർ S കൃഷ്ണവിലാസം മേക്കൊല്ല 50 സെന്റ്, വിശാഖ് MS വൈശാഖം 100 സെന്റ്, ഗോപാലകൃഷ്ണൻ അശ്വതി നിവാസ് മേക്കൊല്ല 20 സെന്റ്, ലക്ഷ്മിപ്രിയ മേക്കതിൽ വീട് മേക്കൊല്ല 80 സെന്റ്, സോമശേഖരൻ നായർ 200 സെന്റ് മേക്കതിൽ വീട് മേക്കൊല്ല, സുഭാഷ് ലാൽ പവിത്രം 50 സെന്റ്, ദേവികാറാണി അത്തപ്പൂ 50 സെന്റ്, M രാജൻ CV ഭവൻ 350 സെന്റ്, നവനീത് നടൂർക്കൊല്ല 30 സെന്റ്, കാർത്തികേശൻ പുതുശ്ശേരി മഠം 70 സെന്റ്, ബിന്ദു പുതുശ്ശേരി മഠം 26 സെന്റ്, പത്മനാഭൻ നായർ 50 സെന്റ് പുതുശ്ശേരി മഠം, ഗോപൻ 36 സെന്റ് ചാരുവിളാകം, ചന്ദ്രൻ ദേവീശ്വരം 80 സെന്റ്, സുന്ദർദാസ് ദേവീശ്വരം 75 സെന്റ്, ചന്ദ്രശേഖരപിള്ള 50 സെന്റ് ദേവീശ്വരം, ഗോവിന്ദകുമാർ മലയിക്കട 125 സെന്റ്, പരമേശ്വരൻ നായർ മലയിക്കട 125 സെന്റ്, ബിജു പി തെങ്കോട്ടയം 80 സെന്റ്. ഈ നിലയിൽ 9 ഹെക്ടർ 23 ഏക്കർ സ്ഥലമാണ് പുതുതായി സമ്മതപത്രമായി നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു വ്യാപകമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം നമുക്ക് തുടരാൻ കഴിയണം. ആ നിലയിൽ കേരളത്തിൻ്റെ ഈ ഹരിത കേരളം പദ്ധതി ഏറ്റവും ഉജ്ജ്വലമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയണമെന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന് ഇന്ന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായിട്ടുള്ള സഹകരണ ദേവസ്വം മന്ത്രി ആദരണീയനായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ
ഒരു MLA എന്ന നിലയിൽ, ഈ മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുതിയ ഈ സാമ്പത്തികമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി കേരളത്തെ നവീകരിക്കാൻ ഈ സംസ്ഥാനത്തിലെ ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഏറ്റവും മഹത്തരമായിട്ടുള്ള ചടങ്ങ് നിർവഹിക്കാൻ എത്തിച്ചേർന്ന കേരളത്തിലെ, സംസ്ഥാനത്തിലെ 3-3.5 കോടി ജനങ്ങളുടെയും ജീവിത ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാപകില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களെ ബഹുമാനപൂർവ്വം വിനയത്തോടു കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഈ സദസ് ഇപ്പോൾ പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് ഉപാധ്യക്ഷ TN സീമ തുടങ്ങി മുൻ മന്ത്രി ബഹുമാനായിട്ടുള്ള M വിജയകുമാർ തുടങ്ങി ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിലെ നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം വിനയത്തോടു കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു, നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏറെ വൈകിപ്പോയി. ഞാനൊരു അധ്യക്ഷ പ്രസംഗമൊന്നും നടത്തുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള വൻപിച്ച മാറ്റങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് സംസാരിക്കും. ഇന്നിപ്പോൾ ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് വിജയകരമാക്കാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ചടങ്ങ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഹരിത കേരളം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തന പരിപാടിയാണ് നാം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇതിൽ ആദരണീയരായ പത്മശ്രീ യേശുദാസും മഞ്ജു വാര്യരും നമ്മുടെ കൂടെ എത്തിപ്പെട്ടത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ തന്നെ ഹരിത കേരളം പദ്ധതി ആരംഭിക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ചടങ്ങിൽ വെച്ച് ഇങ്ങനൊരു പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുമായി സഹകരിച്ചുകൂടെ എന്ന് ശ്രീ യേശുദാസിനോട് അന്വേഷിച്ചത്. സന്തോഷത്തോടെ തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഈ പദ്ധതിയുടെ അംബാസഡറായി പ്രവർത്തിക്കാമെന്ന് ആ ഘട്ടത്തിൽ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഹരിത കേരള മിഷൻ്റെ അംബാസഡർ എന്ന ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്നാൽ ഈ പരിപാടി നിശ്ചയിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു പ്രയാസം നേരിട്ടിരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. ഏതായാലും അദ്ദേഹം പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. അത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്, നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ശ്രീമതി മഞ്ജു വാര്യരും ആദ്യഘട്ടത്തിൽ എന്തോ ഒരു പ്രയാസം എത്തുന്നതിനുണ്ട് എന്ന് അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് അവരും എത്താമെന്ന് സമ്മതിച്ചു. അത്
വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ വേറൊരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ കർദിനാൾ ക്ലിമിസ് തിരുവേനി. അദ്ദേഹം നേരത്തെ തന്നെ സഹകരിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായില്ല, എത്തുന്നു, ഇവിടെ എത്തിച്ചേരും എന്ന് ഈ അടുത്ത ദിവസം അറിയിച്ചു. അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലത്ത് ഒരു പനി പിടിപെട്ട് അദ്ദേഹം എത്തിയില്ല. പനി എനക്കും തുടങ്ങിയിട്ടുണ്ട്, പിന്നെ എത്താതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നോട് ഞാൻ വന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ യാത്ര ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ പേര് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ VK രാമേന്ദ്രനാണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു കാർഷിക വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹവും ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിൽ പ്രസംഗമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി നേരെ പരിപാടി നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഹരിത കേരളം മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നിശ്ചയിച്ച ഞാറുനടൽ ആരംഭിക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്. പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്ന് തോന്നുന്നില്ല. മാത്രമല്ല സമയവും നമ്മളെ വല്ലാതെ പരിമിതപ്പെടുത്തുകയാണ്. ഹരിത കേരള മിഷൻ എന്നത് നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മിഷനാണ്. ഇത് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാലിന്യങ്ങളാകെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനാവണം. അപ്പോൾ നല്ല തോതിലുള്ള മാലിന്യ സംസ്കരണം, ഉറവിട മാലിന്യ സംസ്കരണം തന്നെ നല്ല നിലക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ചിലയിടങ്ങളിൽ കേന്ദ്രീകൃതമായ ചില സംവിധാനങ്ങളും വേണ്ടിവരും. എന്നാൽ വീടുകളിലൊക്കെയുള്ള പ്ലാസ്റ്റിക് അതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകമായി സമാഹരിച്ച് അത് സംസ്കരിക്കുന്നതിനുള്ള ഒരു പൊതു സംവിധാനം ചിലപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജില്ലയിലെ ചില പ്രധാന കേന്ദ്രങ്ങളിലോ എന്ന നിലക്ക് ഉണ്ടാക്കാൻ കഴിയും. അതും ഇതിനോടൊപ്പം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ഇതിലേറ്റവും പ്രധാനം നമ്മളിലൊരു സംസ്കാരം ഉണ്ടാവുക എന്താണ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ കലക്ടർ ഒരു ചിത്രം എന്നെ കാണിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ, മൊബൈലും കൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ പാർത്തിയൊരു ചിത്രം കാണിക്കേണ്ടായി. അത് കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കാണ്. അതൊരു സ്കൂൾ, ഈ പദ്ധതിയുടെ ഭാഗമായി, നമ്മുടെ ഹരിത കേരള പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികളോട് വീട്ടിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ അവർ ചെറിയ ബാഗിൽ ഈ കുഞ്ഞി കയ്യിൽ പേറി ഈ സാധനങ്ങളെല്ലാം സ്കൂളിൽ കൊണ്ടുവരും. അത് കൂട്ടിയിട്ടതാണ്, അത് ധാരാളമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ട് ഇത് ആരംഭിക്കുകയാണ്. എല്ലാവരിലും ഇങ്ങനെയൊരു സംസ്കാരം ഉണ്ടാവുക എന്താണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉള്ള സംസ്കാരത്തിന് ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തണം എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ വൃത്തിയാകാൻ ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ മാലിന്യം മറ്റുള്ളവൻ്റെ പറമ്പിലോ തൊടിയിലോ ഇരിക്കട്ടെ, അല്ലെങ്കിൽ റോഡ് സൈഡിലോ കുളത്തിലോ കായലിലോ നദിയിലോ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നൊരു നിലയുണ്ട്. അത് നമുക്ക് മാറ്റാൻ കഴിയണം. എല്ലായിടവും സ്വച്ഛമാവണം, സുന്ദരമാവണം, വൃത്തിയുള്ള
പ്രദേശമായി മാറണം എല്ലായിടും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിൽ തന്നെ ആദ്യം അങ്ങനെയൊരു സംസ്കാരം ഉണ്ടാകണം. അതിനുതകുന്ന ബോധം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ കൃഷി നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മാതൃകയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നേരത്തെ നെൽകൃഷി ഇല്ലാതിരുന്ന സ്ഥലത്ത് നെൽകൃഷി നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു പദ്ധതിയുടെ ഭാഗമായി പോയപ്പോൾ കണ്ടത് ഒട്ടേറെ ഏക്കർ സ്ഥലം അത് തരിശ് കിടക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണത്, പൂർണ്ണ തരിശായിരുന്നു. നാട്ടുകാരെല്ലാം കൂടി ഇറങ്ങി അതിൽ തരിശായി കിടക്കുന്ന ആ പ്രദേശം ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കാൻ വേണ്ടി നല്ലൊരു അധ്വാനം നടത്തി. ഇപ്പോൾ കണ്ടാൽ ഈ സ്ഥലം പോലെ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടി ഞാറ് നടുക. അത് ഇങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥലം മാത്രമല്ല, കരകൃഷി നമുക്ക് പറ്റും. നമ്മുടെ നാട്ടിൽ നേരത്തെ പലവിധ കൃഷി നമ്മൾ നടത്തിയിരുന്നു. നമ്മുടെ ഈ സാധാരണ കൃഷിക്ക് പുറമെ തന്നെ ഒട്ടേറെ കൃഷി വീട്ടുപറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കൈമോശം വന്നു പോയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. നമ്മുടെ കാർഷിക വിളകളെല്ലാം അതേ രീതിയിൽ തന്നെ വീണ്ടും പുനർജീവിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ കാർഷിക സർവകലാശാല നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. നേരത്തെ അവർ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ അവരുടെ ലാബിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അത് ലാബിൽ കടന്നാൽ പോരാ, കൃഷിക്കാരിലേക്ക് എത്തണം. കുറച്ച് ചിലവുള്ള കാര്യമാണത്. ആ ചിലവ് സർക്കാർ വഹിക്കും. അങ്ങനെ കൃഷിക്കാരിലെത്തി കൃഷിക്കാരിലൂടെ ഇത് നടപ്പാക്കണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക രംഗത്ത് വലിയ തോതിലുള്ള അഭിവൃദ്ധി നമുക്കുണ്ടാക്കാനാവണം. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷരഹിത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റണം. വല്ലാതെ വിഷം അകത്ത് ചെല്ലുന്ന അവസ്ഥ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ജൈവ പച്ചക്കറി ഒരു സംസ്കാരമായി വളർന്നു വന്നിട്ടുണ്ട്. പല വീട്ടുമുറ്റത്തും ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉണ്ടാവുക. അതായത് വിഷരഹിത ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇതിൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുതകുന്ന നടപടികളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വെള്ളം സുലഭമായി ലഭിച്ച ഒരു നാടായിരുന്നു. 44 നദികൾ, 18,681 കുളങ്ങൾ, 50 ലക്ഷത്തോളം കിണറുകൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് കണക്ക്. പക്ഷേ ഈ നാട് ഇപ്പോൾ വരൾച്ച ഭീഷണി നേരിടുന്നൊരു നാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം നഷ്ടപ്പെട്ടുകൂടാ. സാധാരണ നിലക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്ര ഗൗരവമായിട്ട് കാണാറില്ല. ഇത് ഗൗരവമായി കാണേണ്ട ഘട്ടമായി. നമുക്ക് മഴ കിട്ടുന്നുണ്ട്. ആ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുതകുന്നൊരു പദ്ധതിയും ഇതോടൊപ്പം തയ്യാറാക്കുക. അതിൻ്റെ ആദ്യപടിയായി നമ്മുടെ കുളങ്ങളുണ്ട്, തോടുകളുണ്ട്, പിന്നെ നീരുറവുകളുണ്ട്. ഇതെല്ലാം നമുക്ക് സംരക്ഷിക്കാനാവണം. ചിലതെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്, നീരുറവുകൾ അടഞ്ഞു പോയിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനാവണം. അത് പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം ഇതിനോടൊപ്പം നടത്തുക. ഇന്നത്തെ പരിപാടിയിൽ വലിയ കുളങ്ങൾ, ചിറകൾ, ഒരുപാട് ഏക്കർ സ്ഥലം നിൽക്കുന്ന കുളങ്ങളുണ്ട്. ചിലത് അതിനാണ് ചിറ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാം ഘട്ടമായി നദികളും കായലുകളും പൂർണ്ണമായ തോതിൽ ശുദ്ധീകരിക്കാനാവണം. അങ്ങനെ വെള്ളം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മഴ ഇപ്പോൾ പെയ്ത് അതങ്ങ് പോവുകയാണ്. അതേസമയം നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ മഴക്കുഴികൾ ഉണ്ടാക്കാൻ പറ്റും. വീട് നിർമ്മിക്കുമ്പോൾ തന്നെ, കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ മഴക്കുഴികൾ ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാം എല്ലാവരും കൂടി ഇറങ്ങുക എന്നുള്ളതാണ് നാം കാണുന്നത്. ഇതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒഴിച്ചുകൂടാത്തൊരാവശ്യമായി വന്നിരിക്കുന്നു നമ്മുടെ മരങ്ങൾ വർദ്ധിക്കണമെന്നുള്ളത്.
ഇപ്പോൾ നാട്ടിൽ ധാരാളം മരം നേരത്തെ ഉണ്ടായിരുന്നു, അത്രത്തോളം മരം ഇപ്പോൾ ഇല്ല. നമ്മളാണെങ്കിൽ വരൾച്ചാ ഭീഷണി നേരിടുന്നു, വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം വരുന്നു. ഇതിനെയൊക്കെ നേരിടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാവരും മരം നട്ടു വളർത്താൻ തയ്യാറാകും. അതും ഇതിനോടൊപ്പം നമ്മൾ നടത്തുകയാണ്. വലിയ തോതിലുള്ള ഒരു പ്രവർത്തനമായി കേരളത്തിൽ ഇത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല നിലയിൽ മരം വെച്ച് പിടിപ്പിക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൂടിയുള്ളതാണ് ഈ നവകേരള മിഷൻ. അപ്പോൾ നവകേരള മിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല. സർക്കാർ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം, നമ്മളെല്ലാവരും കൂടിയാണ് നടപ്പാക്കേണ്ടത്. എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാ ജാതി മതസ്ഥരുമുണ്ട്, എല്ലാ അഭിപ്രായക്കാരുമുണ്ട്. കാരണം അവർക്കെല്ലാം ഈ നാട് ആവശ്യമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നാട് നമ്മുടെ കാലശേഷം മറ്റു ഭാവി തലമുറയെ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നല്ല നാടായിരിക്കണം ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ടൊരു പ്രവർത്തനമാണിത്. ഇതിലെല്ലാവരും സഹകരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഹരിത കേഡറ്റുമാർ വരണം. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അപ്പോൾ ഹരിത കേഡറ്റുമാരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്വയം സന്നദ്ധരായി ഇറങ്ങുന്ന നില വരണം. നമ്മുടെ ഗ്രാമങ്ങൾ പലതും ഹരിത ഗ്രാമങ്ങളായി മാറുന്ന നിലയുണ്ടാവണം. നമ്മുടെ ക്യാമ്പസുകൾ അതെല്ലാം ഹരിത ക്യാമ്പസുകളായി മാറണം. ഇങ്ങനൊരു പുതിയ സംസ്കാരം നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, എല്ലാ പ്രായസ്ഥരും ഇതിൻ്റെ ഭാഗമായി മാറുന്ന നിലയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ കേരളത്തെ ഒരു പുതിയ വഴിയിലേക്ക് നാം നയിക്കുകയാണ്. ഇതിന് നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യേണ്ടത്. നാം കാണേണ്ടത് നമ്മുടെ ഇത്തരമൊരു പ്രവർത്തനം നമ്മളെല്ലാവരും കൂടി നടത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിലെ തന്നെ അപൂർവ സംഭവങ്ങളിൽ ഒന്നായിരിക്കും. ഇത്ര വലിയ ജനപങ്കാളിത്തത്തോടെ ഇതുപോലൊരു മിഷൻ വിജയിപ്പിക്കുക എന്നത് നമുക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിനു മുൻപ് ഇങ്ങനെ ചിലത് വിജയിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം സാക്ഷരതാ പ്രസ്ഥാനം എങ്ങനെ വിജയിച്ചു എന്നുള്ളത്. എങ്ങനെയായിരുന്നു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്നത്, ജനകീയ ആസൂത്രണത്തിൻ്റെ വിജയമെന്നത് നമുക്കറിയാം. അത് ആകുന്നതാണ്. കേരളീയർക്ക് അസാധ്യമായൊരു കാര്യമല്ല. മറ്റ് ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അതെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരേ ചരടിൽ നമുക്ക് നീങ്ങാൻ കഴിയണം. അതിനെല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ. ഇനി നമ്മളോട് സംസാരിക്കുന്നതിനും പ്രശസ്ത കവി ശ്രീ പ്രഭാവർമ്മ രചിച്ച ഹരിത കേരള ഗീതം എന്ന കവിത ആലപിക്കുന്നതിനുമായി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം പത്മശ്രീ ഡോക്ടർ KJ യേശുദാസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാത്തിനും കാരണപ്രദനായ സർവശക്തന് എൻ്റെ പ്രണാമം. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവർകൾ, വേദിയിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല സഹോദരി സഹോദരന്മാരും, എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ പറയുണ്ടായി, നിങ്ങളുടെ യേശുദാസിനെ അംബാസഡറായി മാറ്റിയിരിക്കുന്നുവെന്ന്. ഞാൻ വളരെ ഭയന്നാണ് ആ കിരീടം എൻ്റെ തലയിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, ഞാൻ ആ കിരീടം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റ കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് ആ കിരീടം തുരുപിടിക്കാതിരിക്കാനുള്ള ശക്തിയുള്ളത്. അത് തുരുപിടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് ഒരു സ്വർണ്ണ കിരീടമല്ല, തുരുമ്പ് പിടിക്കുന്ന ഒരു കിരീടമാണ് എൻ്റെ തലയിൽ തന്നിരിക്കുന്നത്. ആ തുരുമ്പ് പിടിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഓരോരുത്തരും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട് വയ്യാതിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് പോലും തൻ്റെ ശരീരത്തെ ശുദ്ധതയോടുകൂടി ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കും. ഇനിയും ഈ കേരളത്തിനെ
രക്ഷപ്പെടുത്താനൊക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ അടിയനും വന്ന് പങ്കെടുക്കാനൊത്തല്ലോ എന്നുള്ളതിന് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ്. മറ്റെല്ലാ ഇതിലും വളരെ ശ്രദ്ധാപൂർവം ശരീരത്തെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നത്. ഭക്ഷണ കാര്യത്തിൽ ഞാൻ വളരെ ക്രമം അനുഷ്ഠിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും നിങ്ങളുടെ മുൻപിൽ പാടാൻ ഒക്കുന്നതും. അതുപോലെ ഓരോ പ്രവൃത്തികളിലും അവരവർ ചെയ്യാവുന്നത് അവരവരുടെ ഭക്ഷണ രീതി. എല്ലാ മതസ്ഥരും പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കുറയ്ക്കുക, ഭക്ഷണം കൂടുതലാവരുത്. ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഒരു വിരലൊന്ന് കടത്താമായിരുന്നെങ്കിൽ ഒരു പഴവും കൂടി കഴിക്കാമായിരുന്നു. അത് പാടില്ല. ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് പോലും എല്ലാ മതങ്ങളിലും നല്ലതേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ഖുറാനിൽ അരവയറിൽ ഭക്ഷിക്കുക, കാൽവയറിൽ ജലം, കാൽവയറ് വായു. ഇത് എത്ര മുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏത് മതത്തിലായാലും ഏത് പാർട്ടിയിലായാലും ഏത് സംഘടനയിൽ നിന്നായാലും നല്ലത് കേട്ട് കഴിഞ്ഞാൽ അത് അനുകരിക്കുന്ന നല്ല സ്വഭാവം വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ ശുദ്ധമായ ഒരു കേരളത്തെ പടുത്തുയർത്താനൊക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന് നാം ഏവരും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതിൻ്റെ വാഗ്ദാനത്തിന് ഞാൻ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൈയടിയാണ് ഞങ്ങളുടെ ഇത്. ഈ കൈയടിച്ച് ചൂടാക്കിയതുപോലെ പോരാ, കൈയൊന്ന് ഇളകണം, ശരീരമൊന്ന് ഇളകണം. എനിക്ക് കൃഷി എന്നുള്ള കാര്യം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു തൊഴിലുണ്ട്, എൻ്റെ കൃഷി എന്നുള്ളത് പാട്ടാണ്. അതിനോട് ബന്ധപ്പെട്ട വിധത്തിലുള്ള കൃഷി സംബന്ധിക്കുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ വെയിലത്ത് നിങ്ങളെപ്പോലെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പാട്ട് അവതാളത്തിലാവും. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് തണലുള്ള സ്ഥലത്ത് എന്തെങ്കിലും നട്ടു വളർത്താൻ നിൽക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച വിധത്തിൽ ജീവിതം അർപ്പിക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർമ്മ സാർ എഴുതിയ ഒരു ഗാനം ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ശരി. ഇതൊന്ന് എടുത്തോട്ടെ കേട്ടോ. ശാസ്ത്രം കൂടുതൽ വളരുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം കണ്ടാൽ ഇത് തുറക്കുള്ളൂ എന്നുള്ള ഒരു പദ്ധതി എൻ്റെ മക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിലുള്ള വെളിച്ചം ഇതിനകത്തോട്ട് പകരാനെന്താ വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ലൈറ്റ് കൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് കാണാനിടയെ വരില്ല. എന്നാലും നോക്കട്ടെ. ശാസ്ത്രം നല്ലതാണ്, പക്ഷെ ചില സമയത്ത് ഉപദ്രവിക്കും.